പക്ഷേ അതേസമയം വയനാട്ടിലെ വണ്ടിക്കടവിൽ കടുവാ ഭീതി ഒഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരാളെ കൊലപ്പെടുത്തിയ സ്ഥലത്തിനടുത്തുള്ള വനമേഖലയിൽ ഇന്നലെ വൈകിട്ടും കടുവയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നു. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുൽപ്പള്ളി വണ്ടിക്കടവ് മേഖലയിൽ കടുവയുമായി ബന്ധപ്പെട്ട ആശങ്ക തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ആദിവാസി മൂപ്പനായ കൂമനെ ചെട്ടിമറ്റത്ത് വെച്ച് കടുവ കൊലപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ വൈകുന്നേരവും ഈ മടപ്പള്ളിക്കുന്നിന് ഭാഗത്ത് പുഴയുടെ അക്കരെ കടുവയെ കണ്ടു. ഈ പുഴയുടെ അക്കരെ കാണുന്നത് കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സങ്കേതമാണ്. അവിടെയാണ് ഇന്നലെ വിറകുമായി വന്ന ആദിവാസികൾ കടുവയെ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കേരള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കടുവയെ നേരിട്ട് കണ്ടു. ഈ കടുവയ്ക്ക് പിൻകാലിന് പരിക്കുള്ളതാണ് നേരിട്ട് കണ്ടവർ പറയുന്നത്. ഞങ്ങൾ താഴേന്ന് കണ്ട പുഴയുടെ അക്കരെ ഒരു 4-4:30 ആയി. അന്നേരം ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ പുഴ കൂടി വിറകെടുത്ത് വരുമ്പോഴാണ് ഇതിനെ കാണുന്നത്. പിന്നെ വിറക് അവിടെ തന്നെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ റോട്ടിൽ കൂടി ഞങ്ങൾ പോകുന്നത്. എന്തോ കാലിന് പരിക്കുണ്ടായിരുന്നു. കാലിന് ചെറിയൊരു പരിക്കുണ്ടോന്നൊക്കെ പറയുന്നത്. ഇന്നലെ ഒരു കാലൊക്കെ പൊക്കി പിടിച്ചിരിക്കുന്നൊക്കെ കാണുന്നത് ഞങ്ങൾ. എന്തായാലും വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായതോടെ രാത്രിയിലടക്കം വനംവകുപ്പ് പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. ഈ മനുഷ്യനെ കൊലപ്പെടുത്തിയ കടുവയെ കാട്ടിലേക്ക് തുരത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടുവെച്ചോ മയക്കുവെടി വെച്ചോ പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. പ്രദേശവാസികളുടെ ആശങ്ക തുടരുകയാണ്. പ്രത്യേകിച്ചും ആദിവാസി ഉന്നതികളിലുള്ളവർ ഇന്ന് രാവിലെ അടക്കം പുഴയുടെ മറുകരയിൽ കടുവയെ കണ്ടതായി പറയുന്നു. ഇന്ന് രാവിലെ കണ്ടു. ഒരു 6:30 ആയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കടുവ പുഴൻ്റെ അക്കരെ. എന്നിട്ട് ഞങ്ങൾ വെച്ചിട്ടു. ഈ കടുവനെ ചെല്ലി പേടിച്ചിട്ട് പിള്ളേർ സ്കൂളിൽ പോകുന്നില്ല. ഒരു വിറകിന് പോകാൻ പറ്റൂല, ആടിനെ തീറ്റാൻ പറ്റൂല, കുളിക്കാൻ പോകണമെങ്കിൽ പുഴയിൽ പോകണം. ഇവരൊക്കെ ഒരു ബാത്റൂമില്ല. പിന്നെ പുറത്ത് പോവുകയാണെങ്കിലും ബാത്റൂമിൽ പോവുകയാണെങ്കിൽ അക്കരെ പോകണം. പിന്നെ ഒരു കുളിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ പോകണം. വിറകിന് പോവുകയാണെങ്കിൽ അവിടെ പോകണം. അപ്പോൾ ഈ കടുവ, ആന ഇങ്ങനെയുള്ള നിങ്ങളൊക്കെ കാട്ടിലുണ്ട്. എന്തായാലും കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് തുടരുന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് കനത്ത ജാഗ്രതയുമായി മുന്നോട്ട് പോവുകയാണ്. പ്രദേശത്ത് വലിയ രീതിയിൽ ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മയക്കുവെടി വയ്ക്കാനുള്ള ടീമും സജ്ജമായിട്ടുണ്ട്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.